സാധാരണഗതിയിലൊക്കെ ഇത്തരം ഒരു വ്യവസായ സിനിമ എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന ഒന്നാണ്. അതിൽ വിജയിക്കാം, പരാജയപ്പെടാം, രണ്ടിനും തുല്യമായ സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരു സംവിധായകൻ പൃഥ്വിരാജിൻ്റെ അവിടെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ നമുക്ക് അംഗീകരിക്കേണ്ടി തന്നെ വരും. പലപ്പോഴും നമ്മൾ ആലോചിക്കണം, ഈ ധൈര്യത്തിനൊപ്പം നിൽക്കാൻ മോഹൻലാൽ എന്ന ഒരു മഹാനടൻ കൂടി തയ്യാറായി എന്നതുകൂടി ഇതിലുണ്ട്. പലപ്പോഴും പല പ്രമുഖ കലാകാരന്മാരുമൊക്കെയും എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ളൊരാശങ്ക കൊണ്ട് മാത്രം ഈ ഭയത്തിൻ്റെ നിശബ്ദതയുടെയൊക്കെ കൂടാരങ്ങളിലേക്ക് ഒളിച്ചിരിക്കുന്ന ഒരു കാലത്താണ്. അല്ലെങ്കിൽ അതാണ് ഏറ്റവും സേഫായ മാർഗം. ഇത്തരം കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് വളരെ ധൈര്യപൂർവ്വം തന്നെ എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിശക്തമായ രീതിയിലേക്ക് ഈ കഥയിൽ രാഷ്ട്രീയം പറയുന്നത്. അത് വലതുപക്ഷ വർഗീയ വിരുദ്ധ രാഷ്ട്രീയം പറയുന്നു. കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്കായാലും ആ രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായി തന്നെ ഇതിൽ പറയുന്നുമുണ്ട്. എന്നാൽ പൂർണ്ണമായും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും വെറുതെ വിടുന്ന ഒന്നല്ല. കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അതിനിശിതമായി തന്നെ ഇതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ കൂടി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂർച്ചയുള്ള വിമർശനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ചില കഥാപാത്രങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ചില കഥാപാത്രങ്ങളുമായിട്ടൊക്കെ നമുക്ക് സാമ്യം തോന്നാം. ബോധപൂർവം തന്നെ സിനിമയിൽ അത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്.